രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് സ്പീക്കറെ SIT അറിയിച്ചതോടെ അയോഗ്യനാക്കുമോ എന്ന ചോദ്യം സജീവമാണ്. നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുത്താൽ രാഹുലിനെതിരെ നടപടിയെടുക്കാം. തുടർച്ചയായി ബലാത്സംഗ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ പേരിലാണ് നിയമസഭ അസാധാരണ നടപടിക്കൊരുങ്ങുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ MLA-യും LDF കൺവീനർ TP രാമകൃഷ്ണൻ MLA-യും അടക്കമുള്ള കമ്മിറ്റിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. TV പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി. പ്രസാദ്, സ്പീക്കർ അടക്കം പ്രതികരിച്ചതിലുണ്ടായിരുന്നു ഈ സ്ഥാനത്ത് തുടരുന്നത് അതൊരു തെറ്റായ സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നത് എന്നുള്ളത്. അത് സത്യവുമാണ്. പക്ഷേ ഇങ്ങനെ ഒരു MLA സ്ഥാനത്തിരിക്കുന്ന ഒരാളെ അയോഗ്യനാവുകയാണെങ്കിൽ അതൊരു ചരിത്രപരമായ കാര്യമായി മാറും അല്ലേ? അങ്ങനെ സംഭവിക്കാൻ ഇടയുണ്ടോ? ഈ നടപടികൾ എന്താ? റോഷ്നി, അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഇനിയിപ്പോൾ അവസാനത്തെ നിയമസഭാ സമ്മേളനം സമ്മേളിക്കാനിരിക്കുകയാണ്. ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ ബാക്കിയുള്ളത്. മാത്രവുമല്ല, ഈ സമ്മേളനത്തിൻ്റെ അവസാനത്തെ നിയമസഭാ സമ്മേളനം കൂടിയാണത് എന്നുള്ളത് കൊണ്ടും തിരക്കിട്ട നടപടി ഈ നിയമസഭാ സമ്മേളനത്തിന് മുമ്പുണ്ടാകുമോ എന്നുള്ളതാണ്. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ മുന്നിലേക്കാണ് ഇനിയിപ്പോൾ റിപ്പോർട്ട് പോകേണ്ടത്. നമ്മൾ നേരത്തെ റോഷ്നി പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം സ്പീക്കറെ അറിയിച്ചു കഴിഞ്ഞതോടുകൂടി ഇതിൻ്റെ നടപടികളിലേക്ക് എന്തായാലും കടന്നിട്ടുണ്ട്. അതായത് തുടർച്ചയായി ഉണ്ടാകുന്ന ബലാത്സംഗ കേസുകൾ, അതായത് അത് സഭയുടെ അന്തസ്സിന് നാണക്കേടാണ് എന്നുള്ളതാണ് പ്രധാനമായും ഇതിലൂടെ ഉയരുന്നത്. ഇത്തരം ഒരു കാര്യം, ഇത്തരൊരു സംഭവം ഉണ്ടെങ്കിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരം കേസുകളിൽ പ്രതിയാകുന്നുവെങ്കിൽ ഇങ്ങനൊരു നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് ചട്ടങ്ങളിലെല്ലാം പറയുന്നതെങ്കിൽ പോലും അങ്ങനെ ഒരു സാധാരണ നടപടിയില്ല. നമുക്കറിയാവുന്നതുപോലെ നേരത്തെ വോട്ടിന് കോഴ ചോദിച്ചൊരു സംഭവം പാർലമെൻറ്റിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് 2023 MPയെ ഇങ്ങനെ അയോഗ്യനാക്കിയിരുന്നു. സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഒരു MLA ഇങ്ങനെ ഇത്തരം കേസുകളിൽ പെട്ടതിൻ്റെ പേരിൽ അയോഗ്യനാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇങ്ങനൊരു കേസ് സമീപകാലത്ത് തന്നെ ആർക്കുമെതിരെയും ഉണ്ടായില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ വളരെ സജീവമാണ്. മാത്രവുമല്ല, ഈ കമ്മിറ്റി പരിഗണിക്കുന്ന കമ്മിറ്റിയിലുള്ളവരാണെങ്കിൽ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, നേരത്തെ പറഞ്ഞതുപോലെ LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കമുള്ളവർ ഇതിലുണ്ട്. പ്രതിപക്ഷത്തുള്ളവരും ഈ കമ്മിറ്റിയിലുണ്ട് എന്നുള്ളതാണ്. അവരാണ് ഇതിലൊരു തീരുമാനമെടുക്കേണ്ടത്. തീരുമാനം എന്താകും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ വളരെ ചുരുങ്ങിയ കാലയളവിനകത്ത് അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും ആശങ്കയുണ്ട്. ഇതിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി, MLA സ്ഥാനത്തുള്ള രാജി എന്നുള്ളത് അദ്ദേഹം ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് പാർട്ടി നേതാക്കന്മാരെല്ലാവരും വിശദീകരിക്കുന്നത്. കാരണം കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പുറത്താക്കിയ സാഹചര്യത്തിൽ ഇനി MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ ഔദ്യോഗികമായി ആർക്കും അവകാശവുമില്ല. ഇത്രയേറെ കേസുകൾ ഉണ്ടായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിൽ അതിൽ നിന്ന് രാജിവെക്കാൻ തയ്യാറുമല്ല, സ്ഥാനം രാജിവെക്കാൻ തയ്യാറുമല്ല. ആദ്യം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, പിന്നീട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ തന്നെ പുറത്താക്കിയിട്ടും ഇപ്പോഴും MLA സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളതാണ്. MLA സ്ഥാനത്ത് തുടരുന്നു എന്ന് മാത്രമല്ല റോഷ്നി, നമ്മൾ പാലക്കാട്ട് കണ്ടതുപോലെ വീട് വീടാന്തരം കയറിയിറങ്ങുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് നമ്മൾ കാണുന്നത്. അതിനിടയിലാണ് നിയമസഭ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് നീങ്ങുന്നത്. ഒരുപക്ഷെ വേണമെങ്കിൽ നിയമസഭയ്ക്ക് അവർ തീരുമാനമെടുക്കാനും കഴിയും. അതിൻ്റെ നടപടികളിലേക്ക് എന്തായാലും കടന്നിട്ടുമുണ്ട്. പുറത്താക്കുമോ എന്നുള്ളത് ഇല്ലയോ എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആ തീരുമാനത്തിനായി എല്ലാവരും കാത്തു നിൽക്കുകയുമാണ് റോഷ്നി. അതാണ്, എന്ത് നടപടിയായിരിക്കും എടുക്കുക എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം.